എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിയുമായി മുന്നോട്ടു പോകുമെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി. CPI-യും RJD-യും വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും സർക്കാർ തീരുമാനമെടുത്തു എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ടോൾ വിഷയത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ യോഗത്തിൽ തീരുമാനമായി. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, CPI ഓഫീസിൽ നടന്ന MN സ്മാരകത്തിൽ നടന്ന ഇടതുമുന്നണി യോഗത്തിലാണ് ഇപ്പോൾ CPI-യുടെയും RJD-യുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് എലപ്പുള്ളിയിൽ ഉറച്ചു നിൽക്കാൻ CPIM തീരുമാനിച്ചിരിക്കുന്നതല്ലേ? മണിക്കൂറുകൾ നീണ്ട ഇടതുമുന്നണി യോഗം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി CPI-യുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിൽ നടന്ന ഈ ഇടതുമുന്നണി യോഗത്തിൽ എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിയുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അതിന് അനുമതി നൽകിയതുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ച ആ ഒരു തീരുമാനം ഇടതുമുന്നണി അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇടതുമുന്നണിയും അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്ത. അതായത് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ വിഷയത്തിൽ CPI-യും RJD-യുമാണ് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് യോഗത്തിൽ. പ്രത്യേകിച്ച് ഈ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ഈ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് CPI-യും RJD-യും ഇടതുമുന്നണി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. RJD-യുടെ നേതാക്കൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞത് ഇത് മന്ത്രിസഭാ തീരുമാനമാണ്, തീരുമാനം എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാട് മുഖ്യമന്ത്രി യോഗത്തിൽ എടുത്തു. കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ള മറ്റ് 9 കക്ഷികളും ഈ എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. 2 കക്ഷികൾ മാത്രമാണ് വിയോജനം അല്ലെങ്കിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയത്, CPI-യും RJD-യും. മറ്റ് 9 ഇടതുമുന്നണിയിലെ മറ്റ് 9 കക്ഷികളും അനുകൂല തീരുമാനമെടുത്തു. ഇതോടുകൂടിയാണ് മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ കമ്പനിക്ക് അനുമതി നൽകിയതുമായി മുന്നോട്ട് പോകാൻ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ കൂടി യോഗത്തിന്റെ ചർച്ചയ്ക്ക് വന്നു. അതിലൊന്ന് ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതൊരു തീരുമാനമായി വന്നിട്ടില്ല. പക്ഷേ ഭാവിയിൽ അങ്ങനെ ടോൾ അനുമതിക്ക് നൽകേണ്ടി വരും എന്നുള്ള കാര്യം LDF കൺവീനർ TP രാമകൃഷ്ണൻ യോഗത്തിൽ പറയുകയും ചെയ്തു. മറ്റൊന്ന് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ബില്ല് വന്നു കഴിഞ്ഞു. അത് ഒരുപക്ഷെ സെലക്ട് കമ്മിറ്റിക്ക് വിടും. അതും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ആയിട്ടില്ല. അതേസമയം ഈ സ്വകാര്യ സർവകലാശാല ബില്ല്, അതുകൂടാതെ അതിൻ്റെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം, ഫീസ് ഘടന, ഇത് രണ്ടും വളരെ വ്യക്തമായി ബില്ലിൽ ഉണ്ടാകണമെന്ന് RJD-യും CPI-യും ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ലക്ഷ്മി, CPI അതിശക്തമായി തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നതാണ് എലപ്പുള്ളി വിഷയത്തിൽ. അനു, നമുക്കറിയാം ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ എലപ്പുള്ളി മദ്യക്കമ്പനിക്കെതിരായ പരാമർശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലും നടത്തിയതാണ്. ഈ യോഗത്തിൽ അത്രയും ശക്തമായി തന്നെയല്ലേ CPI കാര്യങ്ങൾ ചർച്ച ചെയ്തത്, എതിർപ്പുകൾ ഉയർത്തിയത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വളരെ ശക്തമായ രീതിയിലാണ് RJD-യും CPI-യും അവരുടെ വിയോജനമല്ല, അവരുടെ എതിർപ്പ് തന്നെയാണ് അവർ രേഖപ്പെടുത്തിയത്. ഏതെങ്കിലും തരത്തിൽ ഒരു വാദത്തിന് വേണ്ടി എതിർപ്പ് പറയുകയല്ലായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ഇത് മുന്നോട്ട് പോകേണ്ടതില്ല, ഇതിനെ CPI-യും RJD-യും എതിർക്കുന്നു എന്ന് നേതാക്കൾ, പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഇടതുമുന്നണി യോഗത്തിൽ മുന്നോട്ട് വെച്ചു. കാരണം പ്രത്യേകിച്ച് കുടിവെള്ള പ്രശ്നം നേരിടുന്ന പാലക്കാട് പോലെയുള്ള ഒരിടത്ത് ഇത്തരമൊരു മദ്യനിർമ്മാണശാല വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നോട്ട് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതുമായി ഇത് ക്യാബിനറ്റ് തീരുമാനമാണ്, അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള ഒരു കടുംപിടുത്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ നിലപാട്, അല്ലെങ്കിൽ CPM-ന്റെ നിലപാട് യോഗത്തിൽ പറയുകയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കേരള കോൺഗ്രസ് M അടക്കമുള്ള മറ്റ് 9 കക്ഷികളും ഈ തീരുമാനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എടുത്തത്. ഇതോടുകൂടിയാണ് ഈ എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇടതുമുന്നണി യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. അതേസമയം ജനാധിപത്യപരമായ CPI-യുടെയും RJD-യുടെയും വിയോജനം, എതിർപ്പ് ഇവിടെ നിൽക്കുകയും ചെയ്തു. പക്ഷേ ഒരു മുന്നണി എന്ന സംവിധാനത്തിൽ ഇനി കൂടുതൽ ഒരു പരസ്യമായ നിലപാടിലേക്കൊന്നും ഒരു പക്ഷേ CPI-യോ അല്ലെങ്കിൽ
RJD മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഇപ്പോൾ ഈ ഇടതുമുന്നണി യോഗം കഴിഞ്ഞ് പുറത്തേക്കോ നേതാക്കൾ പോലും പരസ്യമായി പ്രതികരിക്കാത്തത് പോലും അങ്ങനെ ഒരു യോഗത്തിൽ ആ ഒരു തീരുമാനം പോലും ഉണ്ടായി. പരസ്യമായ വിയോജിപ്പുകൾ ഒരു പക്ഷേ ഇനി CPIയുടെയോ RJDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അതേസമയം ശക്തമായ വിയോജിപ്പ് അവർക്ക് മുന്നണി സംവിധാനത്തിനുള്ളിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതുകൂടാതെ ടോൾ ഒരു തീരുമാനമായി വന്നിട്ടില്ല. പക്ഷേ ഭാവിയിൽ അങ്ങനെ ടോൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം TP രാമകൃഷ്ണൻ ഇന്ന് യോഗത്തിൽ പറയുകയും ചെയ്തു. ഇപ്പോൾ 7:30 LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ വ്യക്തത ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ലക്ഷ്മി, സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ ചർച്ച നടന്നില്ലേ അനു? സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും സമാനമായ ആശങ്കകൾ CPIയും RJDയും യോഗത്തിൽ ഉന്നയിച്ചു. പ്രത്യേകിച്ചും ഈ സാമൂഹ്യനീതി എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയിലേക്ക് നൽകുമ്പോൾ റിസർവേഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യനീതി എങ്ങനെയാണ് ഉറപ്പുവരുത്തുക, ഫീസ് ഘടന എങ്ങനെയാണ് സർക്കാരിൻ്റെ കൺട്രോളിൽ നിൽക്കുക, അത്തരം കാര്യങ്ങൾ ഈ ബില്ലിൽ കൃത്യമായി ഉണ്ടാകണം, ബില്ലിൽ പ്രതിപാദിച്ച് തന്നെ പോകണം, ബില്ലിൽ വ്യക്തത വേണം എന്നുള്ള കാര്യം CPIയും RJDയും യോഗത്തിൽ മുന്നോട്ട് വെച്ചു. ഏതായാലും അതിലും ഒരു അന്തിമ ആകാത്തതിനാൽ ഒരു കൃത്യമായ ചർച്ചയോ അല്ലെങ്കിൽ ഒരു അവസാന തീരുമാനമോ ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും 7:30 TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെ വെച്ച് മറ്റ് തീരുമാനവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നൽകാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ CPIയുടെയും RJDയുടെയും ശക്തമായ എതിർപ്പ് മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു മുന്നണി സംവിധാനത്തിൽ അതിനെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നു. ലക്ഷ്മി, അനു, ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുക്കുമ്പോഴും ഈ രണ്ട് കക്ഷികൾ, അത് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഈ രണ്ട് കക്ഷികൾ ഉയർത്തിയ എതിർപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ബ്രൂവറിക്കെതിരെ വലിയ സമരം തന്നെ എലപ്പുള്ളിയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ സമരക്കാർക്ക് ഈ വിയോജിപ്പ് വലിയ ഇന്ധനമാകും എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? CPI നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്, കാരണം അവരുടെ വിയോജിപ്പും അവരുടെ എതിർപ്പും വളരെ ശക്തമായ രീതിയിൽ രേഖപ്പെടുത്തി. പക്ഷേ ഇതൊരു മുന്നണി സംവിധാനമാണ്. ഇവിടെ 11 കക്ഷികളാണ്, അല്ലെങ്കിൽ 11 പാർട്ടികളാണ് ഈ മുന്നണി സംവിധാനത്തിലുള്ളത്. അതിൽ 9 കക്ഷികളും ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതും ഇതിനെ അനുകൂലിക്കുകയാണ്. അപ്പോൾ ആകെ വിയോജനം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്തിയത് RJD CPI മാത്രമാണ്. അപ്പോൾ അവരുടെ ജനാധിപത്യപരമായ ഒരു മുന്നണി സംവിധാനത്തിൽ ഏത് രീതിയിലാണോ വിയോജനക്കുറിപ്പ് അല്ലെങ്കിൽ വിയോജനം രേഖപ്പെടുത്താൻ കഴിയുക, ആ വിയോജനം അവർ വളരെ ശക്തമായി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ യോഗത്തിന് മുമ്പ് തന്നെ അവർ പരസ്യമായി രണ്ടുപേരും അവരുടെ വിയോജനം രേഖപ്പെടുത്തിയതാണ്. ഈ ഇടതുമുന്നണി യോഗം വിളിച്ച് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ RJD ഇടതുമുന്നണി കൺവീനർക്ക് കത്തൊക്കെ നൽകിയതാണ്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്ര മണിക്കൂറുകൾ നീണ്ടുനിന്ന യോഗം CPI ഓഫീസായ MN സ്മാരകത്തിൽ നടന്നത്. ഏതായാലും ആ മീറ്റിങ്ങിനൊടുവിൽ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്, അത് മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി തീരുമാനമായി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മദ്യക്കമ്പനിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അവിടെ ഈ ഘടകകക്ഷിയിലെ RJDയുടെയും എതിർപ്പ് മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോവുകയാണ് എലപ്പുള്ളി മദ്യക്കമ്പനി വിഷയത്തിൽ സർക്കാർ. അങ്ങനെ അതിൽ CPM ശക്തമായ നിലപാടെടുക്കുകയായിരുന്നു മുന്നണി യോഗത്തിൽ. ഏതായാലും CPIയുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിൽ നടന്ന ഇടതുമുന്നണി യോഗത്തിലാണ് CPIയുടെ അഭിപ്രായത്തെ തൃണവൽഗണിച്ച് CPM മുന്നോട്ട് പോയത് എന്ന പ്രത്യേകതയും ഉണ്ട്. VS അനുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.